സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിലെ നിർണായക ഘട്ടം പിന്നിട്ട് ISRO സ്പേസ് ഡെക്സ് ദൗത്യം. 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 3 മീറ്റർ വരെ കുറച്ചു. 2 ഉപഗ്രഹങ്ങളിലും സജ്ജീകരിച്ച വീഡിയോ മോണിറ്ററിംഗ് ക്യാമറ ദൃശ്യങ്ങൾ പരസ്പരം പകർത്തി. ഡോക്കിങ്ങിന് മുന്നോടിയായി 2 ഉപഗ്രഹങ്ങളെയും സുരക്ഷിത അകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതലാണ് സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ പരസ്പരം അകലം കുറയ്ക്കുന്ന പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. ഇന്നലെ ദൗത്യത്തിലെ ഉപഗ്രഹങ്ങളായ ചേസറും ടാർഗറ്റും തമ്മിലുള്ള അകലം 230 മീറ്റർ ആക്കി കുറച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ അത് 105 മീറ്ററും ക്രമേണ 15 മീറ്ററും അവസാന ഘട്ടത്തിൽ 3 മീറ്ററുമായി ചുരുക്കി. ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ച വീഡിയോ മോണിറ്ററിംഗ് ക്യാമറ ഓരോ ഘട്ടത്തിലും ദൃശ്യങ്ങൾ പകർത്തി. ബഹിരാകാശത്ത് സ്പേഡെക്സ് ഉപഗ്രഹങ്ങളായ ടാർഗറ്റും ചേസറും സഞ്ചരിക്കുന്ന വിവിധ ദൃശ്യങ്ങളും ISRO പങ്കുവച്ചു. ഡോക്കിങ്ങിനും മുന്നോടിയായി നടന്ന പരീക്ഷണങ്ങളെല്ലാം വിജയകരം എന്നാണ് ISRO വിലയിരുത്തിയത്. ഇന്ന് നടന്ന പരീക്ഷണത്തിന്റെ വിശദാംശങ്ങൾ പഠിച്ച ശേഷം ഡോക്കിംഗ് തീരുമാനിക്കും. ഡോക്കിങ്ങിന് മുന്നോടിയായി 2 ഉപഗ്രഹങ്ങളെയും സുരക്ഷിതാകലത്തിലേക്ക് വീണ്ടും മാറ്റി. കൃത്യതയോടെ ഡോക്കിംഗ് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് ISRO പങ്കുവയ്ക്കുന്നത്. നേരത്തെ 2 തവണ ഡോക്കിങ്ങിന് നിശ്ചയിച്ച സമയം മാറ്റിയിരുന്നു. ജനുവരി 7-നും 9-നും ഡോക്കിംഗ് നിശ്ചയിച്ചത് സാങ്കേതിക കാരണങ്ങളാൽ മാറ്റുകയായിരുന്നു. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിൽ നിർണായകമാണ് ഡോക്കിംഗ് പരീക്ഷണം. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനും ഈ സാങ്കേതിക വിദ്യ അനിവാര്യമാണ്. പരസ്പരം ബഹിരാകാശത്ത് കൂടിച്ചേർക്കപ്പെടുന്ന സ്പേഡെക്സ് ദൗത്യത്തിന് നിരവധി പരീക്ഷണങ്ങൾ തുടർന്നും നടത്താനുണ്ട്. സയൻസ് ഡെസ്ക്, ജനം.